ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻവില്ല ചെടിയുടെ ഒരു കെയറിങ്ങിനെ കുറിച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ബോഗൻവില്ല ചെടികൾ നമ്മളിപ്പം നിറയെ പൂക്കളുണ്ടാകുന്ന സമയമാണ്. ബോഗൻവില്ല ചെടികളിൽ പൂക്കളൊക്കെ നിറയെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിറയെ പൂക്കളൊക്കെ ആ ചെടിയിൽ വളരുകയും ചെയ്യും. അതുപോലെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പൂക്കളും അതേപോലെ ബോഗൻവില്ല ചെടികളെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പൂക്കളായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് കൊഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ നല്ല നിറത്തിലുള്ള പൂക്കൾ നമ്മുടെ ബോഗൻവില്ല ചെടികൾ വളർന്നു വരും. അതേപോലെ ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയും വളം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് പെട്ടെന്ന് വിരിയിച്ചെടുക്കാൻ സാധിക്കും. പലതരത്തിലുള്ള ബോഗൻവില്ല ചെടികളുണ്ട്. ഇതിൻ്റെ പൂക്കൾ വ്യത്യാസമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ചെടി അതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതേപോലെ ബാക്കിയുള്ള ചെടികളും അതേപോലെ തന്നെ ഇതൊരു കളർ ചേഞ്ച് ആയി വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂക്കൾ ആദ്യം വിരിയുന്ന സമയത്ത് ഇതേപോലെ ഒരു ഓറഞ്ച് ടൈപ്പിലേക്ക് വരുമെങ്കിലും പിന്നീട് അത് റോസ് നിറത്തിലേക്കുള്ള ഒരു ചേഞ്ചാണ് ഇതിൻ്റെ പൂക്കളിലേക്ക് മാറ്റം വരുന്നത്. അതേപോലെ ഒരു മിക്സഡ് കളറാണ് ഈ കാണുന്നത്. റോസും വൈറ്റും ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. പൂക്കൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അതേപോലെ ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. ഇത് പൂക്കൾ ഒരു പ്രാവശ്യം വിരിഞ്ഞ് നമ്മൾ അതിൻ്റെ വിരിഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒരു സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പൂവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളാണ് കാണുന്നത്. ഇത് വേറൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് വളരുന്ന നിറയെ പൂക്കളുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി. ചെറിയൊരു പ്ലാന്റ് നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതിലും ആദ്യം പൂക്കളുണ്ടായിരുന്നു. പിന്നീട് നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം പിന്നീട് വിരിഞ്ഞ് വരുന്ന പൂക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ബോഗൻവില്ല ചെടികൾ ഇതേപോലെ പൂക്കൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ആ കൊമ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്തു നിന്നൊക്കെ പൂക്കൾ വിരിഞ്ഞ് വരുന്നുണ്ട്. ഇത് ബോഗൻവില്ലയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൽ പൂക്കൾ നമ്മൾ സീസണലായിട്ടാണ് ബോഗൻവില്ല ചെടികൾ പൂവിടുന്നതെങ്കിലും ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ വിരിയാറുണ്ട്. അതായത് 1-2 മാസം ഇടവിട്ട് പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് സമയത്തും ഈ ഒരു പ്ലാന്റിൽ പൂക്കളുണ്ടാവും. അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് റീപോർട്ട് ചെയ്യാനുള്ളൊരു പോട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് ബോഗൻവില്ല ചെടികൾക്ക് എന്തൊക്കെ വളങ്ങളാണ് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളത് നോക്കാം. നല്ല വെയിലാണ് മെയിനായിട്ട് ഈ ചെടികളുടെ പൂക്കൾ വിരിയാൻ വേണ്ടി അത്യാവശ്യമായിട്ടുള്ളത്. ബോഗൻവില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കളിടും, വിരിയുകയും ചെയ്യും, നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ ബോഗൻവില്ല ചട്ടിയിലേക്ക് മാറ്റാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു ചെടി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പൂക്കൾ കുറച്ച് ഉണങ്ങിയതുകൊണ്ട് അടുത്ത പൂക്കൾ വിരിയാറായിട്ടുണ്ട്. നമ്മൾ കൊമ്പുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ചട്ടി അടിവശത്ത് ഹോളുകളൊക്കെ ഉള്ള ചട്ടി എടുക്കുക. എന്നിട്ട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മണ്ണുമാണ്. ഈ രീതിയിലുള്ള പോട്ടി മിക്സ്, നല്ല പൊടി മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ ഈ ചട്ടിയിൽ ഇട്ടിട്ടാണ് ഈ ചെടി നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചെടി ചട്ടിയിലേക്ക് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നനച്ച് കൊടുക്കുക. നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മൾ ബോഗൻവില്ല ഈ ചട്ടിയിൽ നിന്ന് വേറൊരു ചട്ടിയിലേക്ക് അല്ലെങ്കിൽ സെയിം ചട്ടിയിലേക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്തെന്ന് മാത്രം വളപ്രയോഗം കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോഗൻവില്ല കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.